ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗോല കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കുറ്റിപ്പയറെന്നും മണിപ്പയറെന്നും ഒക്കെ പറയുന്ന പയർ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ പയറെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കിവിടെ പയറിൻ്റെ മണി മാത്രമേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പയർ അധികം മൂത്തതല്ലെങ്കിൽ ആ പയറും കൂടി ഇതിൻ്റെ കൂടെ ഒടിച്ചിട്ടോയേ. ഞാനിവിടെ പയർമണി മാത്രമേ എടുത്തിട്ടുള്ളേ. ഇത് നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം, കാരണം ഈ പയറിന് നല്ലൊരു വേവുണ്ട് കേട്ടോ. ഇത് നമുക്ക് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ച പയർമണി ആണെങ്കിൽ പോലും ഈ പയർമണിക്ക് കുറച്ചൊരു വേവുണ്ട്. അപ്പോൾ അതിന് നമുക്ക് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാം. അല്ലാതെ വേവിച്ചെടുക്കുവാണെങ്കിൽ കുറച്ചധികം സമയം നമ്മൾ വെക്കണം. അതുകൊണ്ട് കുക്കറിലിട്ടിട്ട് ഒരു 2 വിസിൽ അടുപ്പിച്ചാൽ മതി. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പയർ വേകുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത്തിരി വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കത് പറ്റിച്ചെടുത്താൽ മതി കേട്ടോ. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. പയറിൻ്റെ മുകളിലോട്ട് ഒത്തിരി വെള്ളം വരണ്ട കേട്ടോ. ഈ ഒരു പാകത്തിന് വെള്ളം നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുത്താൽ മതിയേ. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ അടുപ്പിക്കുന്നുണ്ട്. 2 വിസിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് തുറന്ന് നോക്കാവേ. കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. ഇത് നമുക്ക് കടുകൊക്കെ താളിക്കുന്ന സമയത്ത് പറ്റിച്ചെടുത്താൽ മതി. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. നന്നായിട്ട് വെന്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ ഞെങ്ങി വരും. ഇല്ലെങ്കിലും 1 വിസിലും കൂടി അടുപ്പിച്ചാൽ മതി കേട്ടോ. പയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കടുകൊക്കെ ഒന്ന് താളിച്ചെടുക്കണേ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും ഒരു 1/4 കപ്പ് തേങ്ങ കൊത്തിയെടുത്തിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. തേങ്ങ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എല്ലാവർക്കും ചിലപ്പോൾ തേങ്ങ ചേർക്കുന്നത് ഇഷ്ടം ഉണ്ടാവണമെന്നില്ല. തേങ്ങ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാവേ. കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരട്ടെ. ഇനി നമുക്ക് ഒരു പച്ചമുളകും 2ആയിട്ട് കീറിയിട്ടതാണ്, ഒരു 15 ചെറിയുള്ളി അരിഞ്ഞതുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കുക. ഇല്ലേൽ ഒരു മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുത്താൽ മതിയേ. ഇളക്കി കൊടുക്കാവേ. കൈവിടാതെ ഇളക്കുമൊന്നും വേണ്ട, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കരിഞ്ഞു പോകാതെ നോക്കണേ. ഉള്ളിയുടെ കളറൊക്കെ ചെറുതായിട്ട് മാറി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ്, ചതച്ചെടുത്തതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ കുറച്ചും കൂടി ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. അതുവരെ ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഉള്ളിയൊക്കെ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. നിങ്ങൾ കുരുമുളക് പൊടി ചേർക്കുന്നില്ലെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടിയിടണം. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ആ പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. നല്ല രുചിയാണ് കേട്ടോ ഈ ഒരു രീതിയിൽ. കുറ്റിപ്പയറൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ നന്നായിട്ട് വിളഞ്ഞ പയറാണ് കിട്ടിയത്. അതുകൊണ്ടാണ് പയർമണി മാത്രം എടുത്തത്. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർത്ത് കൊടുക്കാം. പയറിലുള്ള ആ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കണേ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കണം. ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം കേട്ടോ.
ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാവേ. നല്ലതുപോലെ ഒന്ന് ആവി കയറട്ടെ. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. നല്ലതുപോലെ ആവി കയറിയിട്ടുണ്ട്. അടിയിൽ പിടിക്കാതെ നോക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിയിൽ പിടിച്ച് പോകുവേ. ഈ സമയത്ത് ഉപ്പും എരിവും ഒക്കെ നോക്കണേ. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. നല്ല രുചിയാണ് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ പയർ നന്നായിട്ട് വേഗവും വേണം കേട്ടോ. നല്ല അടിപൊളി പയറുമണി മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇതുപോലെ പയർ കിട്ടുന്ന സമയത്ത്. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്